എല്ലാവർക്കും അനുജ ബിജോയ് വ്ളോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളൊരു സംരംഭകനാണോ, അതേപോലെ സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആളുകൾക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ. മനോരമ കേരളയുടെ നേതൃത്വത്തിലാണ് സരോവരത്തെ ട്രേഡ് സെന്ററിൽ 4 ദിവസങ്ങളിലായിട്ട് നടത്തുന്ന ഈ ഒരു മിഷനറി എക്സ്പോ. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്കും പങ്കെടുക്കാൻ പറ്റി അവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകളിലും. അതേപോലെ തന്നെ അവിടെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഉണ്ടായിരുന്നു, അതിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള മീഡിയ ആളുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് MK രാഘവൻ MP ആയിരുന്നു കേട്ടോ. രാവിലെ 11 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനം. 17-ന് സമാപിക്കുകയും ചെയ്യും ഈ ഒരു പ്രദർശനം. ഈ ഒരു മെഷീൻ വെളിച്ചെണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ പാക്കിംഗ് സെക്ഷനിൽ ഒരുപാട് പാക്കിംഗ് മെഷീൻസ് പുതിയതായിട്ട് വന്നതും അങ്ങനെയുള്ള നമുക്ക് സ്ഥലപരിമിതി കുറഞ്ഞ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കും ഒക്കെയാണ് ഇവിടെയുള്ള ഓരോ മെഷീൻസും രൂപകൽപ്പന ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. വിവിധ സ്ഥാപനങ്ങളുടെയും ചെറുകിട സംരംഭകരുടെയും വ്യവസായ മേഖലയിലെ 300-ലധികം സ്റ്റാളുകളായിട്ടാണ് രാജ്യത്തിന് പുറത്തു നിന്നുള്ള മെഷീനുകൾ, AI റോബോട്ടുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന നൂതന യന്ത്രങ്ങൾ എന്നിവ കാണാനും അനുഭവിച്ചറിയാനും കൈവശപ്പെടുത്താനുമാണ് ഈ യന്ത്രസ്നേഹികളുടെ തിരക്കായിട്ട് ഈ ഒരു എക്സ്പോ മാറിയിട്ടുള്ളത്. ഇതൊരു സീലിംഗ് മെഷീനാണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇത് പാക്ക് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. ഇതൊരു ഇടിയപ്പം മേക്കിംഗ് മെഷീനാണ് കേട്ടോ. നമ്മൾ മാവ് അതിൽ വെച്ച് കൊടുത്താൽ ഇടിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ. അതിനുശേഷം ഇവിടെ 2 ഷോൾഡർ ബ്ലേഡിന്റെ നടുക്കായിട്ട് കൈയുടെ ഹീൽ ഉപയോഗിച്ച് അതിനുശേഷം കുഞ്ഞിനെ നേരെ തിരിക്കുക. അതിനിവിടെ 5 പ്രാവശ്യം ഇങ്ങനെ 1 2 3 4 ഇത് പുറത്ത് വരുന്നവരും വരെ കുഞ്ഞിന് ഇത് കൊടുക്കുക. കൊച്ച് ഉടനെ തന്നെ എന്തെങ്കിലും അസ്വസ്ഥത കണ്ടു അല്ലെങ്കിൽ കൊച്ച് അൺകോൺഷ്യസ് ആയി ബോധം കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ CPR സ്റ്റാർട്ട്. കുഞ്ഞിന് 2 ഫിംഗർ ഉപയോഗിക്കുക CPR ചെയ്യുന്നത്. ഇതൊക്കെ അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് കേട്ടോ. കോട്ടയം ബേസ്ഡ് ആണ്. അങ്ങനെ ഒത്തിരി യന്ത്രങ്ങളുടെ പ്രവർത്തനവും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ കോസ്റ്റും എങ്ങനെയാണ് ഇതൊരു ഇൻസ്റ്റലേഷൻ കാര്യങ്ങളും ഒക്കെ നമുക്കൊരു സംരംഭകനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ സ്റ്റാളുകളുടെ ഡെമോ ആണെങ്കിലും അതേപോലെ തന്നെ അവരാ പറഞ്ഞു തരുന്ന രീതികളാണെങ്കിലും ഒക്കെ തന്നെ. അതേപോലെ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് എങ്ങനെ സീൽ ചെയ്ത് വിൽക്കാനുള്ള രീതിക്ക് ആക്കാമെന്നുള്ള ഇതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് യന്ത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ചെറുകിടമായിട്ട് ചെയ്യുകയാണെങ്കിലും ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ തന്നെ ഇതും ഇടിയപ്പത്തിൻ്റെ മെഷീൻ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഒത്തിരി ഡ്രയേഴ്സും ഇവിടെ നമുക്ക് സ്റ്റാളുകളിൽ പ്രദർശനത്തിനുണ്ടായിരുന്നു. പല കമ്പനികളുടേതായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തേങ്ങ, മുളക്, മല്ലി, അങ്ങനെ എന്ത് വേണ്ട കാര്യങ്ങളായാലും നമുക്കിവിടെ മുന്തിരി വരെ ഉണക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യ സഹായം അല്ലാതെ യന്ത്രസഹായത്താൽ അച്ചപ്പുണ്ടാക്കുന്ന മെഷീനാണിത്. 800 അച്ചപ്പം പാകപ്പെടുത്തുന്ന ഈ ഒരു ആധുനിക യന്ത്രത്തിന് മാവും ഓയിലും മാത്രം മതി. 4.2 lakhs ആണ് ഇതിൻ്റെ ഒരു വില. സബ്സിഡിയും അവൈലബിൾ ആണ്. 10 കിലോ മാവ് വരെ ശേഖരിച്ച് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഇനി കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട AI റോബോട്ടിക് വിഭാഗത്തിൻ്റെ സ്റ്റാളുകളാണിത് കേട്ടോ. ഡിജിറ്റൽ VR ഗെയിം കളിക്കാനും ആസ്വദിക്കാനും കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും ഇഷ്ടത്തോടെ നോക്കി നിന്ന സ്റ്റാളുകളായിരുന്നു ഇതൊക്കെ. യുണീക്ക് വേൾഡ് റോബോട്ടിക് ഒരുക്കിയ റോബോട്ടിക് ഡോഗാണിത്. ഓടിയും ചാടിയും കാഴ്ചക്കാർക്ക് കൈ കൊടുത്തൊക്കെ അത്ഭുതമായിട്ടാണ് ഈ ഒരു റോബോട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപകട സാധ്യതയുള്ള ഖനികളിലൊക്കെയാണ് ഈ ഒരു റോബോട്ടിനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്.
ഒരു സംരംഭകന് മാത്രമല്ല, ഒരു സംരംഭകനാവാൻ മോഹമുള്ള ആളുകൾക്കും ഈ ഒരു മെഷീൻസൊക്കെ വന്ന് പരിചയപ്പെടുമ്പോൾ ഉള്ളിലൊരു സ്പാർക്ക് വരാനും ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള ഐഡിയ കിട്ടാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സ്പോ കാണാൻ വരിക, എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.